തംബ്നെയിൽ ചെയ്യാൻ വേണ്ടി തംബ്നെയിൽ മേക്കർ എന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു ആപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക, അതിനകത്ത് തംബ്നെയിൽ മേക്കർ എന്നും പറഞ്ഞ് അടിച്ചു കൊടുക്കുക, എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിടുക. ഇപ്പം ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് തംബ്നെയിൽ മേക്കർ. അപ്പോൾ അത് ആപ്പ് ഓപ്പൺ ആയിട്ട് വരുവാണ്. ഇതിൽ നമുക്ക് കവർ മേക്കർ എടുക്കുക കേട്ടോ. കവർ മേക്കർ എടുത്തിട്ട് യൂട്യൂബ് കവർ, യൂട്യൂബ് തംബ്നെയിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ക്ലിക്ക് സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് നമ്മുടെ ഗ്യാലറിയിലെ ഫോട്ടോസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഗ്യാലറിയിൽ ഏത് ഫോട്ടോസാണ് നമുക്ക് ഗ്യാലറിയിൽ നിന്ന് വേണ്ട ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് ഗ്യാലറിയിൽ നിന്ന് നമുക്ക് തംബ്നെയിലോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ഗ്യാലറിയിൽ കിടക്കുന്ന ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരുവാണേ. അപ്പം എൻ്റെ ഗ്യാലറിയിൽ കിടക്കുന്ന ഒരു പിക്ക് എടുക്കാം. നമ്മളതിൻ്റെ ആ ഒരു റേഷ്യോ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ക്രോപ്പ് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പം നമുക്ക് ആഡ് ടെക്സ്റ്റ് കൊടുക്കുക. ആഡ് ടെക്സ്റ്റ് കൊടുത്തിട്ട് എന്തുവാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു എന്തൊരു കണ്ടൻ്റ് ആണെന്ന് വെച്ചാൽ ആ കണ്ടൻറ്റിനെ കുറിച്ച്. ഇപ്പം ഞാൻ ചുമ്മാ ഒരെണ്ണം കൊടുക്കുക, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് റെഡിയായോ, അപ്പം അങ്ങനെയൊക്കെയുള്ള തംബ്നെയിൽ കണ്ടിട്ടല്ലേ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി നല്ല ഒരു ഇതായിട്ടുള്ളത് കൊടുക്കാം നമുക്ക്. ഇത് കൊടുത്തു തന്നിട്ട് ഓക്കെ കൊടുത്തിട്ട് നമ്മൾ എവിടെയാണ് കൊണ്ടുവെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവച്ചിട്ട് ഇനി അതിൻ്റെ ഒരു അലൈൻമെൻ്റ് ഒക്കെ നോക്കാം. ഫോണ്ടിൻ്റെ അലൈൻമെൻറ്റ് ഇതിപ്പോൾ ഇംഗ്ലീഷ് ആകുമ്പോൾ നമുക്ക് വേറെ ഫോണ്ടുകൾ, ഇതിപ്പോൾ മലയാളത്തിനകത്ത് പ്രത്യേകിച്ച് ഒരു ഫോണ്ടിനകത്തൊരു ചേഞ്ച് ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇംഗ്ലീഷിൻ്റെ എന്തെങ്കിലും ലെറ്റർ ആണെങ്കിൽ നമുക്ക് ഈ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ അതിനകത്തൊരു മാറ്റം വരും. ഇനി നമുക്ക് സൈസ് കൊടുക്കാം. ഇതിൻ്റെ ഒന്നിൽ പ്ലസ് ആണെങ്കിൽ ഇങ്ങനെ പ്ലസ്സിനകത്ത് ടച്ച് ചെയ്യുമ്പം ഇത് പ്ലസ് കൂടി വരും. മൈനസ് ആക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് മൈനസ് ആക്കാം. പിന്നെ ഇതിനകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്താൽ കുറയുകയും കൂടുകയും ചെയ്യും. പിന്നെ കളർ സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ഇതൊരു വൈറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് വരുമ്പം നമുക്ക് വൈറ്റ് ആകുമ്പം പെട്ടെന്ന് അറിയത്തില്ല. അപ്പം നമുക്കൊരു കളർ സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇപ്പം ഞാനൊരു ബ്ലാക്ക് കളറോ ഏതെങ്കിലും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ കാണണം, നമ്മൾ തംബ്നെയിലിനകത്ത് നമ്മൾ ആ ടൈപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണണ്ടായോ. പിന്നെ ഇനി കൊടുക്കാനുള്ളത് സ്റ്റിക്കേഴ്സാണ്. സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടോ ഒരു ഓ മൈ ഗോഡ് എന്നുള്ളതൊക്കെ ഒരു ഇത് വരുമ്പം നമുക്കിത് ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കാം. ഉള്ളതൊക്കെ കൊടുത്തിട്ട് എന്ന് വെച്ചാൽ തംബ്നെയിലാണല്ലോ വ്യൂസ് കൂട്ടുന്നത്. തംബ്നെയിൽ കണ്ടിട്ടാണ് വ്യൂവേഴ്സ് നമ്മളുടെ വീഡിയോ ഓപ്പൺ ചെയ്യുന്നത്. അപ്പം തംബ്നെയിലാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം തംബ്നെയിലാണ് വ്യൂസ് വരുന്നത് തംബ്നെയിലിനകത്ത്. അപ്പം തംബ്നെയിൽ നമ്മൾ എങ്ങനെയൊക്കെ ഇച്ചിരി നല്ല കളർഫുള്ളാണോ, ഇച്ചിരി നല്ല എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റാൻ പറ്റുന്നതെല്ലാം ചെയ്യുക. അപ്പോഴല്ലേ നമ്മൾ ആ തംബ്നെയിൽ കണ്ടിട്ടല്ലേ വ്യൂസ് കൂടുകയും വ്യൂവേഴ്സിന് നല്ല ഇമ്പ്രസ്സായി നമ്മൾ വീഡിയോ എടുത്ത് ഓപ്പൺ ആക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് സ്റ്റിക്കർ കൊടുക്കുന്നത് മനസ്സിലായല്ലോ. എന്നിട്ട് ഇതിനകത്ത് തന്നെ നമുക്ക് ഹെൽത്ത് സംബന്ധമായിട്ടുള്ളത്, ബിസിനസ്, ജിംസ്, കിഡ്സ്, വ്ളോഗ്സ് അങ്ങനെയൊക്കെയുള്ള പിക്ചർ ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഒത്തിരി ഇതാക്കുന്നില്ല. എനിക്കിപ്പോൾ ഇനി വേണ്ടതെന്ന് പറയുന്നത് ലൈക്ക് വേണം, ഓ മൈ ഗോഡ് വേണം, സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പം ഞാൻ ഇതിനകത്തുനിന്ന് ഞാൻ കൂടുതൽ ലൈക്കും ഷെയറും എല്ലാം കൂടെ ഒരുമിച്ചുള്ളതാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ വീണ്ടും സ്റ്റിക്കേഴ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓ മൈ ഗോട്ടും കൂടി എടുക്കാം. ഒരു ഓ മൈ ഗോട്ടും കൂടി എടുത്ത് പിന്നെ ഇനി സ്റ്റിക്കേഴ്സിനകത്ത് പോയിട്ട് എന്തോ എടുക്കണമെന്നറിയാമോ, സബ്സ്ക്രൈബേഴ്സ് കൊണ്ടെടുക്കുക. സബ്സ്ക്രൈബ് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതിനകത്തുനിന്ന് ഡ്രാഗ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതെല്ലാം കൊണ്ടുവന്നിട്ട് നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. ഈ ആഡ് അങ്ങ് പോകും കേട്ടോ. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ച ആഡ് ക്ലോസ് ചെയ്യാം. അപ്പോൾ
അവിടെയും വെച്ച് ഓ മൈ ഗോഡ് ഇവിടെ ഇരിക്കട്ടെ, ഓ മൈ ഗോഡ് ഇവിടെയും വെച്ചിട്ട് ഈ ലൈക്ക് ആൻഡ് ഷെയർ നമുക്ക് ഇഷ്ടമുള്ള അത് നമ്മളുടെ ഒരു യുക്തിക്ക് നമ്മൾ അനുയോജ്യമായിട്ട് എല്ലാം നല്ല രീതിയിൽ അതൊരു സ്ഥലത്തെടുത്ത് വെക്കണം. എല്ലാം കൊണ്ട് ഡ്രാഗ് ചെയ്ത് വെക്കണം കേട്ടല്ലോ. എന്നിട്ട് ഈ എഫക്റ്റ് എന്ന് പറയുമ്പം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കളർ കണ്ടോ ഇങ്ങനെയും ഇങ്ങനെ കൊടുക്കുക, ലൈറ്റാക്കി കൊടുക്കുക. ഇത് ഞാൻ പിക്ചർ വെച്ചാണ് ചെയ്യുന്നത്, അല്ലാതെ പിക്ചറല്ല. നമ്മൾ ഈ കുക്കിങ്ങിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ട് ഒരു കുക്കിങ്ങിൻ്റെയൊക്കെ ആവണമെങ്കിൽ അത് വേറെ സെലക്ട് ചെയ്യണം. ഇതിപ്പം ഞാൻ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു പിക്ചർ വെച്ചാണ് ഞാൻ തംബ്നെയിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മറ്റേ രീതിയും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മളിത് എല്ലാം ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് അപ്പം മനസ്സിലായല്ലോ. ഗാലറിയിൽ നിന്ന് എടുക്കുമ്പം ഇങ്ങനെ ഗാലറിയിൽ വരും. ഇനിയിപ്പോൾ ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വേണ്ട, ഞാനൊരു ഒരു നേച്ചർ എടുക്കുക. അപ്പം ഗാലറി ആണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യണം. വേറെ മാറ്റണമെങ്കിൽ ഇപ്പം ഗാലറി എടുത്തപ്പോഴാണ് എൻ്റെ മോളുടെ ബാക്ക്ഗ്രൗണ്ട് വന്നത്. ഇപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാറ്റി വേറൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനാണെങ്കിൽ ഇതാണ്ട് നമ്മൾ കളറ് ഫുഡിൻ്റെതാണെങ്കിൽ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ ഫുഡ് വ്ളോഗ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതാണ്ട് ഇങ്ങോട്ട് മാറ്റി മാറ്റി വരുമ്പോൾ ഫുഡിൻ്റെതുണ്ട് കേട്ടോ. ഫുഡിൻ്റെ തീം വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമുക്ക് തംബ്നെയിലിൽ കൊടുക്കണമെങ്കിൽ ഫുഡ് കൊടുക്കാൻ പറ്റും. ഡിന്നറുണ്ട്, ഡേയ്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ അതാണ്ട് ഇപ്പം ഞാൻ ഫ്ലവറാണ് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് വരണം, ഒരു ഫ്ലവർ വരത്താമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ ഞാൻ ഗാലറിയിൽ നിന്ന് എടുത്തുള്ളൊരു പിക്ചർ വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങളെ കാണിച്ചത്. ഇതിപ്പം ഞാൻ അല്ലാതെ ഒരെണ്ണം കാണിക്കുവാണേ കണ്ടോ. അപ്പം മറ്റേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഗാലറിയിലുള്ള പിക്ചർ ഇടണമെങ്കിൽ ആദ്യമേ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അത് ഗാലറി സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗാലറിയിലുള്ള പിക്ചേഴ്സ് നമുക്കിടാം. ഇതിപ്പോൾ ഞാൻ ഗാലറി അല്ല, ഇപ്പം ഞാൻ അല്ലാതുള്ളത് ഫ്ലവേഴ്സ്, അങ്ങനെ ഫുഡ് വ്ളോഗേഴ്സ് ആണെങ്കിൽ ഫുഡിൻ്റെത് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുത്തതേ ഉള്ളൂ കണ്ടോ. അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ട് എടുക്കണം. പിന്നെ ഈ ഇമോജി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തേക്ക് ഇമോജി നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഇതിനകത്ത് ഈ ഇമോജി ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം കണ്ടോ. പിന്നെ അഡ്ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ ഇച്ചിരി കൂട്ടുന്നതാണ് കേട്ടോ. ബ്രൈറ്റ്നെസ് ഒക്കെ ഇച്ചിരി നല്ല കൂട്ടി എല്ലാം നമ്മൾ ഇത് നമുക്ക് വേണ്ടെങ്കിൽ നമ്മളിത് ഈ ബാക്കങ്ങ് പോയാൽ മതി. പഴയ രീതി മതിയെങ്കിൽ ഉണ്ടോ അങ്ങനെയാവും. അപ്പം അഡ്ജസ്റ്റും അറിയാമല്ലോ. പിന്നെ ബ്രാൻഡ്സ് എന്നും പറഞ്ഞിട്ടുള്ളത് വേണമെങ്കിൽ നമ്മൾ കൊടുത്താൽ മതി കണ്ടോ. ഇതിനകത്ത് ഐക്കൺസ്, ഓർണമെൻറ്റ്സ്, അത് ഈ ജുവലറിയുടെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓർണമെൻറ്റ്സിൻ്റെ കൊടുക്കാം. അല്ലാതൊക്കെ വേണമെങ്കിൽ ബ്രാൻഡ് ഇതിൻ്റെ ഇപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് നമുക്കറിയാമല്ലോ എന്തുവാ നമുക്ക് വേണ്ടതെന്നുള്ളത്. അപ്പം ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട് ഞാൻ അങ്ങനെ വേറെ എനിക്ക് ഐക്കൺസിൻ്റെ ആവശ്യം വരുന്നില്ല. ബാക്ക് പോയിട്ട് ഒരുവിധം ഇത്രയും കാര്യങ്ങൾ മതിയല്ലോ. പിന്നെ അറിയാമല്ലോ അതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് എടുത്തിട്ട് എന്തെങ്കിലും കൂടി കണ്ടൻറ്റ് ഇച്ചിരിയും കൂടി നമുക്കിതിനകത്ത് എന്തെങ്കിലും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം എനിക്കിനി ഇതിനകത്ത് ആഡ് ചെയ്യാനൊന്നുമില്ല. ഞാനിപ്പം ഇത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഇത് കണ്ടോ, ഈ തംബ്നെയിൽ മേക്കറിൻ്റെ വാട്ടർമാർക്ക് അത് പോകണമെങ്കിൽ അതിനകത്ത് ഒരു ഇൻറ്റു വരുമ്പം അതിൽ നിന്ന് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇത് വരുമ്പോൾ വാച്ച് വീഡിയോ കൊടുക്കണം. വാച്ച് വീഡിയോ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു വീഡിയോ നമ്മൾ ഓപ്പണായി കണ്ടു കഴിയുമ്പോഴത്തേക്ക് വാട്ടർമാർക്ക് ഫുള്ളങ്ങ് പോകുന്നതായി കണ്ടോ. അപ്പോൾ നമ്മൾ ഒരു വാട്ടർമാർക്കൊക്കെ പോയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ തംബ്നെയിൽ നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട് ഇവിടെ കണ്ടോ. അപ്പോഴേ വാട്ടർമാർക്കൊക്കെ പോയി ഒരു തംബ്നെയിൽ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്ത് അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇതിൽ പ്രസ് ചെയ്യുക. ഓരോ ലെയർ കണ്ട നമുക്ക് ഇപ്പോൾ ഈ ഇമോജി ഓ മൈ ഗോഡ് വേണ്ടെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അതങ്ങ് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കത് വേണ്ടാത്ത ലെയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതുമാണ്. അങ്ങനത്തെ ഓപ്ഷനുണ്ട്. പിന്നെ നമുക്കിത് സേവ് ചെയ്യാൻ പോവാണ്. എനിക്കിപ്പോൾ ഓൾറെഡി ഒരു ഇത്രയും മതി. അപ്പോൾ എന്താണ്ട് ഇതിനകത്താണ് സേവ് ചെയ്യുന്നത്. ആ സേവ് കൊടുക്കുമ്പം ഓൾറെഡി അപ്പം നമ്മളെ ഗാലറിയിലോട്ട് പോകും. ഡൺ കൊടുക്കുക. ഇപ്പം നമ്മളുടെ ഗാലറിയിൽ അത് സേവ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഗാലറി എടുത്ത് നോക്കുമ്പം തംബ്നെയിൽ എന്നുള്ള ഫോൾഡറിൽ വന്ന് കണ്ടോ കിടക്കുന്നത്. ഇതറിയാമല്ലോ, ഇത് നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം ആ വീഡിയോയ്ക്കകത്ത് എഡിറ്റ് തംബ്നെയിലിനകത്ത് ഇത് കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ആ വീഡിയോയിൽ തംബ്നെയിലായി. അപ്പം നമുക്ക് ഒരു തംബ്നെയിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം താങ്ക് യു.